UAPA ഉപയോഗിച്ച് മതപ്രബോധകരെയും ഇസ്ലാം പണ്ഡിതരെയും കള്ളക്കേസിൽ കൊടുക്കുകയാണെന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഭരണഘടന ഒരു ഭാഗത്തും ഭരണകൂടം മറുഭാഗത്തും എന്നതാണ് അവസ്ഥയെന്നും അദ്ദേഹം പറഞ്ഞു. മതവിശ്വാസികളെയും മതപ്രബോധകരെയും പണ്ഡിതന്മാരെയും ബീജിയുടെ നിഴലിൽ നിർത്തുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇതിന് പിന്നിൽ ആരുടെയൊക്കെയോ ശക്തമായ സമ്മർദ്ദമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മതപ്രഭാഷണം എവിടെ നടക്കുന്നു എന്ന് നോക്കി നടക്കലാണ് ഇപ്പോഴത്തെ പോലീസിന്റെ പരിപാടിയെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UAPA ഉപയോഗിച്ച് ആരെ വേണമെങ്കിലും തീവ്രവാദിയാക്കാമെന്നതാണ് അവസ്ഥ. ഇപ്പൊ പോലീസിന്റെ പണി അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പോലീസിന്റെ മാത്രമല്ല, അപമാനകരമായ സ്ഥിതി അറിയുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ പോലീസിലും ചിലർക്ക് ഇപ്പൊ വേറെ പണിയില്ല. ആരെങ്കിലും വയലു പറയുന്നുണ്ടോ, ആരെങ്കിലും മതപ്രഭാഷണം നടത്തുന്നുണ്ടോ എന്ന് നോക്കിയാണ്. ഭീകരവാദം എതിർക്കപ്പെടേണ്ടതാണെന്നും എന്നാൽ ഭീകരവാദത്തെ നിയമത്തിലെ ഒരു വകുപ്പ് കൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും പരിപാടിയിൽ സംസാരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ET മുഹമ്മദ് ബഷീർ, KP രാമനുണ്ണി, സണ്ണി കബിക്കാട്, KPA മജീദ് തുടങ്ങിയവരും പങ്കെടുത്തു. മീഡിയ 1 കോഴിക്കോട്.